ഇതിന് പേരിടുക. റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ വികസിപ്പിച്ച സൂപ്പർസോണിക് ക്രൂസ് മിസൈലിന് ബ്രഹ്മോസ് എന്ന പേര് ലഭിച്ചത് അങ്ങനെയാണ്. ബ്രഹ്മപുത്രയും മോസ്കോ നദിയും ഒരു പേരിൽ ഒന്നായപ്പോൾ ബ്രഹ്മോസ് പിറവിയെടുത്തു. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും 500 കിലോമീറ്റർ ദൂരത്തിൽ ശത്രുവിന് നേരെ കുതിക്കാൻ പ്രാപ്തമായ സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഉദാത്തമായ ഉദാഹരണം. ഇപ്പോഴിതാ കരയും കടലും കടന്ന് നേരെ ഇന്തോനേഷ്യയിലേക്കാണ് ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിന്റെ സഞ്ചാരം. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിന് രാജ്യാന്തര ആയുധ വിപണിയിൽ ആവശ്യക്കാരുടെ തള്ളിക്കയറ്റമായിരുന്നു. ചർച്ചകൾക്കൊടുവിൽ ഇന്തോനേഷ്യയ്ക്ക് നറുക്കുവീണു. $450 മില്യൺ അഥവാ 3.8 ലക്ഷം കോടി രൂപയുടെ കരാറിനാണ് ഇന്ത്യ അന്തിമരൂപം നൽകിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഇനി പോർമുഖങ്ങളെ കിടിലം കൊള്ളിച്ച് ഇന്തോനേഷ്യയ്ക്ക് ബ്രഹ്മോസ് കാവലൊരുക്കും.